ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MSC തുർക്കിയയുടെ ബർത്തിങ് ഇന്ന് വിഴിഞ്ഞത്ത് നടക്കും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. 2 കരാറുകളാണ് പ്രധാനമായും ഒപ്പിടുന്നത്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത്തരം വലിയ ഷിപ്പുകൾക്ക് അടുക്കാനുള്ള സൗകര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഈ തുർക്കിയെ എത്തുന്നത് എത്രത്തോളം വലിയ ആഘോഷമാക്കുന്നുണ്ട് വിഴിഞ്ഞം? ഒപ്പം VGF കരാർ ഇന്ന് തന്നെ ഒപ്പിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജ, ദ്രുതഗതിയിൽ തന്നെയാണ് വിഴിഞ്ഞത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമുക്കറിയാം ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷം കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്. ഇടയ്ക്ക് കരിങ്കല്ല് കിട്ടാത്തതിൻ്റെ പ്രതിസന്ധി, ഇതെല്ലാം ഈ ഒരു കാലവിളംബം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയദൈർഘ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിലാണ്. കാരണം ഈ മദർഷിപ്പുകൾ എത്തുന്ന ആ ഒരു സാഹചര്യം മുതൽ തന്നെ വലിയ തോതിൽ കണ്ടെയ്നറുകൾ എത്തുകയും അവിടെ നിന്ന് ചരക്ക് നീക്കം നടക്കുകയും ചെയ്യുന്നു. ഫീഡർ കപ്പലുകൾ പലയിടങ്ങളിൽ നിന്നായി വരുന്നുണ്ട്. അങ്ങനെ വലിയ അനന്തമായ ഒരു സാധ്യത വിഴിഞ്ഞത്തിന്, കേരളത്തിന്, രാജ്യത്തിന് തന്നെ തുറന്നിട്ടുകൊണ്ടാണ് തുറമുഖത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അവിടെ മറ്റൊരു ചുവട് കൂടി വെക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, VGFുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്ന തുകയാണ്. അത് അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ബാങ്ക് കൺസോർഷ്യം, ഈ 3 കൂട്ടരും ചേർന്നുള്ള ഒരു കരാറാണ് ഒപ്പുവെക്കുന്നത്. ഈ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ളൊരു കരാറാണ്. 20% തുക കേന്ദ്രവുമായി പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട 2ാമത്തെ കരാറാണ്. 2028 ഈ തുറമുഖ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് കരുതിയതാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ടാണ് 2034 എന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. 2028 മുതൽ സംസ്ഥാനത്തിന് പ്രവർത്തനത്തിൽ നിന്നുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ആ വരുമാനം കിട്ടിത്തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതിൽ ചില തർക്കങ്ങൾ, ഇത് നീണ്ടു പോകുന്നതിലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നവും നേരത്തെ തന്നെ പരിഹരിച്ചു. ഇതിലെ ഈ കാലതാമസം ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ സാധൂകരിക്കുകയും ഈ വരുമാനം പങ്കുവയ്ക്കുന്നത് അദാനി ഗ്രൂപ്പ് സംസ്ഥാനത്തിന് നൽകുന്ന തുക 2034 മുതൽ 28 തുക നൽകി തുടങ്ങിയതെങ്കിൽ ആദ്യഘട്ടത്തിൻ്റെ പ്രവർത്തനവും അതിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഭാഗവുമായിരിക്കും നൽകുന്നത്. 34 ഇത് മാറുമ്പോൾ ഈ 4 ഘട്ടത്തിൻ്റെയും വരുമാനം, അതായത് പൂർണ്ണമായും തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിൻ്റെ ആകെ തുക വരുമാനമായി സംസ്ഥാനത്തിന് കിട്ടുന്ന സാഹചര്യമുണ്ടാകും. ഇതിൽ ഏതാണ്ട് 10,000 കോടിയാണ് കേന്ദ്രത്തിന് നൽകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലാണ് ഇന്ന് ഒപ്പുവെക്കുന്നത്. അതുപോലെ തന്നെയാണ് തുർക്കിയെ ഇന്ന് വരുന്നത്. നേരത്തെ തന്നെ വലിയ മദർഷിപ്പുകൾ ഇവിടേക്ക് വന്നു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോകത്ത് തന്നെ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്തിലേക്ക് അടുക്കുന്നത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.